വെൽക്കം ടു നീതാസ് ടേസ്റ്റ് ലാൻഡ്. നമുക്കിന്നൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മെഴുക്കുവരട്ടിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള മെഴുക്കുവരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ കടുക്, അതുപോലെ തന്നെ വറ്റൽമുളക് അല്ലെങ്കിൽ മുളക് പൊടി ഇതൊന്നും ആവശ്യമില്ല. ഇതൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. പക്ഷെ കഴിക്കുമ്പോൾ ആ ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടുകയുമില്ല. അതെന്താ ഇങ്ങനെ ഒരു മെഴുക്കുവരട്ടി ഏതാ ഉണ്ടാക്കാന്നല്ലേ? അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ മെഴുക്കുവരട്ടിയാണ് നമ്മുടെ ക്യാബേജ് മെഴുക്കുവരട്ടി. ക്യാബേജ് മെഴുക്കുവരട്ടി ഇതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം എല്ലാവരും അതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഇപ്പോൾ കുറെ ആളുകൾ ഞാനിങ്ങനെ പറഞ്ഞതിന് ശേഷം കുറെ കാര്യങ്ങൾ അവർ ഉണ്ടാക്കിയതിന് ശേഷമുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ പുതിയ റെസിപ്പികൾ ചെയ്യോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് കമന്റ്സ് അയക്കാറുണ്ട്. അപ്പോൾ വീണ്ടും കമന്റ്സ് അയക്കുക. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പികൾ കാണുന്ന വ്യൂവേഴ്സിന്റെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇന്ന റെസിപ്പി നല്ലതാണ് അല്ലെങ്കിൽ ഈ റെസിപ്പി ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചീനച്ചട്ടി മയക്കെടുക്കുന്ന വീഡിയോ ഇട്ടത്. അപ്പൊ ആ വീഡിയോ പലർക്കും വളരെ ഉപകാരമായി എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ്സ് വന്നിരുന്നു. അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനി ഇതുപോലെയുള്ള പുതിയ പുതിയ കമന്റ്സ് നിങ്ങൾക്ക് എന്താണോ ആവശ്യം, അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതുപോലെ ഡൗട്ട്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കമന്റിലൂടെ ചോദിച്ചാൽ മാത്രമേ ഞാൻ അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. നമുക്ക് നമ്മുടെ ക്യാബേജ് മെഴുക്കുവരട്ടി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ ക്യാബേജിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ക്യാബേജ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില, ഉള്ളി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പും വെളിച്ചെണ്ണയും മാത്രമാണ്. ആദ്യം നമ്മൾ ക്യാബേജ് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ക്യാബേജ് തോരന് കട്ട് ചെയ്യുന്നത് പോലെ അല്ല ഇത് കട്ട് ചെയ്യുന്നത്, കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ക്യാബേജ് കട്ട് ചെയ്ത് തുടങ്ങാം. നമ്മൾ ക്യാബേജ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ചെറിയ പീസ് ക്യാബേജ് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു തിക്നെസ്സിലാണ് ക്യാബേജ് കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ. ഇനി നമ്മളിതിനെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതാണ് നമ്മുടെ ക്യാബേജിന്റെ വലിപ്പം. ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ക്യാബേജ് എടുക്കുമ്പോൾ ക്യാബേജിന്റെ ഉള്ളിൽ ഇതുപോലെ പല ലെയേഴ്സ് ഉണ്ടാവും. ഇതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലേയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഹാർഡായിട്ടുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ നമ്മൾ യൂസ് ചെയ്യില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻ വേഗം കുക്കായി കിട്ടും, ഹാർഡായിട്ടുള്ള പോർഷൻ കുക്കായി വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പോർഷൻ നമ്മൾ ആദ്യമേ തന്നെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ക്യാബേജ് കുക്ക് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാബേജ് കട്ട് ചെയ്തതിന് ശേഷം മാറ്റുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും നമ്മളത് എടുത്ത് തിരിഞ്ഞ് മാറ്റി വരുമ്പോൾ. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ളത് മാത്രം എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ക്യാബേജ് മുഴുവനും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വാഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയും നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഉള്ളിയും നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിക്ക് നമ്മൾ ഉള്ളിത്തീയിൽ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുന്ന പോലെ ചെറിയൊരു തിക്നെസ്സിലാണ് നമ്മൾ ഈ രീതിയിൽ ക്യാബേജ് ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് മുഴുവൻ കട്ട് ചെയ്ത് മാറ്റട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്യാബേജ് കട്ട് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത്രയും പോർഷൻ ബാലൻസ് ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഹാർഡായിട്ടുള്ള പോർഷൻ ക്യാബേജിന്റെ ഇൻസൈഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ യൂസ് ചെയ്യുന്നതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻ വേഗം തന്നെ കുക്കായി കിട്ടും, ഈ ഹാർഡായിട്ടുള്ള പോർഷൻ കുക്കായി കിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ട് നമ്മൾ ചോറിന്റെ കൂടെ കൂട്ടി കഴിച്ചിട്ട് ചവച്ചിറക്കുമ്പോൾ ഈ ക്യാബേജ് വേവാത്തതിന്റെ ആ ഒരു ടേസ്റ്റ് വരും, ഹാർഡായിട്ടുള്ള പോർഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഹാർഡായിട്ടുള്ള പോർഷൻ മാറ്റാൻ പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോൾ അത് മാറ്റാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻ മാത്രം യൂസ് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളി കട്ട് ചെയ്തത് കാണിക്കായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഉള്ളിത്തീയൽ ചെയ്തപ്പോൾ കട്ട് ചെയ്ത സെയിം രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് മെഴുക്കുവരട്ടി ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായി വരുന്നുണ്ട്. ഞാനിതിപ്പോൾ ഇരുമ്പിന്റെ ചീനച്ചട്ടിയിൽ ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലാണെങ്കിൽ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ചട്ടിയിൽ പിടിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നത്.
ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ കടുക് വേണ്ട, അതുപോലെ തന്നെ മുളക് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുന്നത് വരെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇപ്പോൾ ഉള്ളി ഇട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ചു. ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. ക്യാബേജ് ചുരുങ്ങി വരും കുക്കാവുന്നതനുസരിച്ച്. അപ്പോൾ അതിന് ശേഷം മാത്രം നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുക്കിംഗ് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പോർഷൻ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഈ ക്യാബേജിൻ്റെ അളവിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എരിവ് കൂടിപ്പോവും, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കൂടിപ്പോവും. ക്യാബേജ് കുക്കായി വന്നതിന് ശേഷം നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ക്യാബേജിൻ്റെ അളവ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ മാത്രം ചേർത്ത് കൊടുക്കുക. ക്യാബേജ് റെസിപ്പി ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ചില റെസിപ്പീസിൽ ചില ഇൻഗ്രീഡിയൻസ് ഇതുപോലെ തന്നെ ചുരുങ്ങി പോകാറുണ്ട്. ഇപ്പോൾ നമ്മൾ സവാള കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും സവാള വേഗം തന്നെ അളവ് കുറയാറുണ്ട്. അപ്പോൾ അതറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് കുക്ക് ചെയ്താൽ പോരെ എന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾ ചേർക്കുമ്പോൾ കുറഞ്ഞു പോയതുപോലെ തോന്നരുതല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു ക്യാബേജ് മെഴുക്ക് വരട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേരുന്നത് ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കുമ്പോഴായിരിക്കും. കഞ്ഞിയേക്കാൾ ടേസ്റ്റ് കൂടുതൽ നമ്മൾ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പോഴായിരിക്കും. ചില റെസിപ്പീസ് നമ്മൾ ചോറിൻ്റെയും കഞ്ഞിയുടെയും കൂടെ ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപോലെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ക്യാബേജ് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ ക്യാബേജ് നമ്മൾ ചേർത്തതിനേക്കാൾ അളവ് കുറഞ്ഞു കഴിഞ്ഞു, കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ അളവിലുള്ള ക്യാബേജിലേക്കാണ് നമ്മളിനി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം ക്യാബേജിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി നമ്മുടെ എരിവനുസരിച്ച് നമുക്ക് എത്ര എരിവ് വേണം എന്നുള്ളതനുസരിച്ച് ചേർക്കാം. കുറച്ച് എരിവ് കൂടുതൽ നിന്നാലേ ക്യാബേജിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്യുക. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യം ഞാനൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇളക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് നമ്മളിപ്പോൾ പൊടികൾ ചേർത്തത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്കിത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാജാക്കാട് നമ്മൾ പോയത് ഓർക്കുന്നുണ്ടോ? ഞാനൊരു ദിവസം മൂന്നാർ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ രാജാക്കാടുള്ള ആളുകളെ ആരെയും കാണിച്ചു തരാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തിയപ്പോൾ ലേറ്റായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ വലിയച്ഛൻ്റെ മോളുണ്ട്, ഷൈലാൻഡിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ നമ്മൾ ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും, എല്ലാ പച്ചക്കറികളും നന്നായിട്ട് ഉണ്ടാവുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വീട്ടിൽ ഉണ്ടാവുന്നതാണ് ക്യാബേജും ബ്രോക്കോളിയും ഒക്കെ. അവിടെ ഫ്രഷായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ പറിച്ചെടുത്ത് കറി ഉണ്ടാക്കി തരുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതിവിടെ അധികം ആളുകൾക്ക് വലിയ പരിചയമില്ലാത്ത റെസിപ്പിയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഇവിടെയുള്ള ആളുകൾക്ക് അറിയുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്ക് എല്ലാവർക്കും അധികം പരിചയമില്ലാത്ത റെസിപ്പികളും കൂടി ചെയ്യുന്നത്. എപ്പോഴും നമ്മളെല്ലാവർക്കും അറിയുന്ന റെസിപ്പികൾ തന്നെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ അറിയുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇടയ്ക്കൊരു ചേഞ്ച് വേണ്ടേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഉള്ളി കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ക്യാബേജിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ഉള്ളിയിലേക്ക് നന്നായിട്ട് കുരുമുളകൊക്കെ പിടിച്ച് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ്. നമ്മൾ ക്യാബേജ് തോരനുണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതലാണ് ഇതിന്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയാം. ഇനി കുറച്ച് സമയം കൂടി എടുക്കും. നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാനിൻ്റെ ചൂടുകൊണ്ട് അടിഭാഗത്തുള്ള ക്യാബേജ് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങും. അതുപോലെ ഉള്ളിയും മുരിഞ്ഞു തുടങ്ങും. മുകൾ ഭാഗത്തുള്ള ക്യാബേജ് കറക്റ്റായിട്ട് കുക്കാവില്ല. നമ്മളിത് അവസാനം ഉപ്പും എരിവും ചെക്ക് ചെയ്യുമ്പോൾ ഉപ്പും എരിവും സാധാരണ നമ്മൾ എല്ലാ കറികളിലും നോക്കുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ ഇതിൽ ഒരു പൊടിക്ക് കൂടുതൽ മുന്നിൽ നിൽക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ എങ്കിലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ ചട്ടിയിൽ നമ്മൾ കുത്തി ഇളക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഈ കുരുമുളകും ഉപ്പും എല്ലാം ചേർന്നിട്ട് ചട്ടിയിൽ നന്നായിട്ട് പിടിച്ചു വരും. അതുകൊണ്ടാണ് ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഇരുമ്പിൻ്റെ ചട്ടി യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. മറ്റുള്ള റെസിപ്പീസിനൊക്കെ നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടി തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ കണ്ടോ നമ്മുടെ ക്യാബേജ് റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എടുത്തിരുന്ന ക്യാബേജിൻ്റെ പകുതിയിലും കുറവായിട്ട് കുറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു 4 പേർക്ക് സുഖമായിട്ട് കഴിക്കുന്നതിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. പിന്നെ കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ക്യാബേജിൻ്റെ അളവ് കൂട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്യാബേജ് മെഴുക്ക് വരട്ടി എന്നുള്ള സംഭവം. ക്യാബേജ് മെഴുക്ക് വരട്ടി റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത്
ഉപ്പ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ എരിവ് ചെക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. കുരുമുളക് പൊടി ഒന്ന് കുക്കായി വരാനുള്ള ടൈം കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു 12 മിനിറ്റ് ആയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ക്യാബേജ് മെഴുക്കുവരട്ടി കഴിക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂട് മാറി വരുമ്പോൾ കഴിക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ക്യാബേജ് മെഴുക്കുവരട്ടി ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.